ഇതൊരു സോക്കറ്റാണ്. വൈദ്യുതി നമുക്ക് പുറത്തേക്ക് സുരക്ഷിതമായിട്ട് ഇതുവഴി എടുക്കാൻ പറ്റും. ഇതൊരു 6 ആംപിയറിൻ്റെ സോക്കറ്റാണ്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ 16 ആംപിയറിൻ്റെ സോക്കറ്റും കാണും. പക്ഷേ 16 ആംപിയറിൻ്റെ സോക്കറ്റ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പവർ കൂടിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴായിരിക്കും. ഉദാഹരണത്തിന് വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ ഗ്രൈൻഡർ, മിക്സി. പിന്നെ അടുക്കളയിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മൈക്രോ ഓവൻ ഉണ്ടല്ലോ, മൈക്രോ ഓവൻ, പിന്നെ ഇലക്ട്രിക്കലിൻ്റെ നമ്മുടെ അടുപ്പുണ്ടല്ലോ, അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും 16 ആംപിയറിൽ തന്നെ കൊടുക്കുക. ഇത് നമ്മൾ ചെറുതായിട്ട് ജസ്റ്റ് ഫോണൊക്കെ ചാർജ് ചെയ്യാനും ചെറിയ ലൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന സോക്കറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് എന്താണ് 6 ആംപിയർ സോക്കറ്റ് എന്നിട്ടിട്ടുണ്ട്. ഇത് 6 ആംപിയർ. ഇത് 6 ആംപിയറിന് നമ്മൾ എമർജൻസി ചാർജ് ചെയ്യാനോ അങ്ങനെയുള്ള എന്തെങ്കിലും ലൈറ്റുകളോ അലങ്കാര ബൾബുകളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇടുന്ന അതിനൊക്കെ കുത്തുന്ന സോക്കറ്റാണ് ഈ 6 ആംപിയർ എന്ന് പറയുന്നത്. 16 ആംപിയർ ഉണ്ട്. 16 ആംപിയർ എന്ന് പറയുമ്പോൾ വലിയ ലോഡ് കൂടിയ അടുക്കളയിലൊക്കെ ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ തന്നെ ഇൻഡക്ഷൻ്റെ ഹീറ്റർ, അതിനൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടത് 16 ആംപിയറിൻ്റെ സോക്കറ്റാണ്. ഇല്ലെന്ന് വെച്ചാൽ ഈ സോക്കറ്റ് കത്തിപ്പോകും. സാധാരണ ഇത് കണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ 6 ആംപിയറിൻ്റെ സോക്കറ്റൊക്കെ ഇങ്ങ് എടുത്തിടും. അന്നേരത്തെ ഒരു ഇതിന് 6 ആംപിയറിൻ്റെ സോക്കറ്റൊക്കെ ഇടും. പക്ഷേ പിന്നെ നമ്മൾ ഉപകരണമൊക്കെ ഉപയോഗിച്ച് വരുന്ന വലിയ ഹെവി ലോഡ് മെഷീനൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. കഴിയുന്നതും നമ്മളൊരു 16 ആംപിയറിൻ്റെ ഒരു സോക്കറ്റെങ്കിലും ഒരെണ്ണമെങ്കിലും അടുക്കള നമ്മൾ മസ്റ്റായിട്ട് ഇടണം. പിന്നെ ഇതിൻ്റെ നോക്കുമ്പോൾ ഇതിൻ്റെ ഹോള്, എർത്തിൻ്റെ വലുത്, അത് എർത്ത് ഒരു സേഫ്റ്റി ഇതായതുകൊണ്ട് തന്നെ ആദ്യം കയറേണ്ടതും അവസാനം ഇറങ്ങേണ്ടതും, ഒരു സോക്കറ്റിൽ നിന്ന് ആദ്യം കയറുന്നതും അവസാനം ഇറങ്ങുന്നതും എർത്താണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കൂട്ടാൻ വേണ്ടിയും കൂടിയാണ് ഈ എർത്തിന് വലിയൊരു ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ വലത് സൈഡ് ഫേസ്, ഇടത് സൈഡ് ന്യൂട്രൽ. അപ്പോൾ ഏതൊരു സോക്കറ്റും നമ്മളിങ്ങനെ തിരിച്ചു നോക്കിയാൽ LNE എന്ന് കാണാം. അപ്പോൾ ഇതെന്ന് എഴുതിയിരിക്കുന്ന ലൈനാണ്, അതായത് ഫേസ്. സ്വിച്ചിൽ നിന്ന് വരുന്ന, സ്വിച്ചിൻ്റെ മേളത്തെ ടെർമിനലിൽ നിന്ന് വരുന്ന ഫേസ് ഇവിടെ വന്ന് കയറും. അതുപോലെ തന്നെ ഇപ്പുറത്തെ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ന്യൂട്രലാണ്. ന്യൂട്രൽ ലൂപ്പ് ചെയ്ത് വന്നിട്ട് ഇതിനകത്ത് വന്ന് കയറും. ഇത് എർത്ത് പോയിൻ്റ്. ഇതാണ് പറയാനുള്ളത്. പിന്നെ 2 മോഡുലാറിൻ്റെ കേസിൽ, ഇപ്പം മോഡുലാർ സ്വിച്ച് ആണല്ലോ, അപ്പം മോഡുലാറിൻ്റെ കേസിലെന്ന് പറയുമ്പം സ്വിച്ച്, ആക്കറ്റ്, അതുപോലെ തന്നെ ഫാൻ ഡിമ്മർ, അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഐറ്റം എന്ന് പറഞ്ഞാൽ 2 മോഡുലാറിൻ്റെ കണക്കിലാണ്. അപ്പം പിന്നെ ഒരു സോക്കറ്റ് എന്ന് പറയാൻ നമുക്ക് 6 ആംപിയറിൻ്റെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സോക്കറ്റ്. അപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ വരുന്ന ഒരു സോക്കറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു 3 പിൻ അല്ലെങ്കിൽ 2 പിൻ ടോപ്പുണ്ട്, ഇങ്ങനെ ചതുരത്തിലിരിക്കണേ. അപ്പോൾ അതൊന്നും നമുക്ക് ഇതിനകത്ത് കുത്താതെ ഒക്കാതെ വരും. ഇത് റൗണ്ടും അത് ചതുരവും. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമ്മൾ ഒരു മുറിയിലോ അല്ലെങ്കിൽ ഒരു ഹാളിലോ TV-യുടെ സൈഡിലൊക്കെ നമ്മൾക്ക് ഉറപ്പായിട്ടും വേണമെങ്കിൽ അത് കയറാവുന്ന രീതിയിലുള്ള സോക്കറ്റുകളുണ്ട്. അതിനെ യൂണിവേഴ്സൽ സോക്കറ്റ് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ സോക്കറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൗണ്ട്സിലുള്ള പിന്ന് വരുന്നതും കുത്താം, ആ ചതുരത്തിലുള്ള പിന്ന് വരുന്നതും കുത്താം. അപ്പോൾ അതും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് യൂണിവേഴ്സൽ സോക്കറ്റ് എന്തുവാന്നുള്ളത്. ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിനകത്ത് മെൻഷൻ ചെയ്തേക്കാൻ താഴെ. അപ്പോൾ യൂണിവേഴ്സൽ സോക്കറ്റും ഉണ്ട് 6 ആംപിയറിൻ്റെ. പിന്നെ ലൂസ് കോണ്ടാക്റ്റ് വരുന്ന സന്ദർഭമുണ്ട്. അതായത് നമ്മൾ ഈ സോക്കറ്റിലൊക്കെ സ്വിച്ച് ഇടുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ തീയൊക്കെ വരുന്നൊരു കംപ്ലൈൻറ്റ് ഇങ്ങനെ പറയാറുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സോക്കറ്റ് ഇളക്കിയിട്ട് ഇത് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫേസോ ന്യൂട്രോ എന്തെങ്കിലുമൊക്കെ ലൂസായിരിക്കുക. ചില സമയത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പാർക്ക് ഉണ്ടാകും. അകത്തിങ്ങനെ സ്വിച്ച് ഇടുന്ന സമയത്ത് സ്പാർക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ ഈ പിന്ന് വലിച്ചൂരുന്ന സമയത്ത് 2 പിന്നായാലും 3 പിന്നായാലും വലിച്ചൂരുന്ന സമയത്ത് സ്പാർക്ക് ഉണ്ടാകും. ചില സന്ദർഭങ്ങളെന്ന് പറയുമ്പോൾ സ്പാർക്ക് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ലോസാണ്. സ്പാർക്ക് എന്ന് പറയുമ്പം ഈ നമ്മുടെ ഈ RRCB അല്ലേ, കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ അങ്ങ് ട്രിപ്പായി പോകും. അപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഓഫായി പോകും. അല്ലെങ്കിൽ MCB ട്രിപ്പായി പോകും. MCB ട്രിപ്പായി പോകാൻ സാധ്യത കുറവാണ്. എന്നാലും നമ്മുടെ ഈ ELCB, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയത്തില്ലേ, അതങ്ങ് ട്രിപ്പായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് സ്പാർക്കിങ് വരുന്ന ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടെർമിനൽ ഇളക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പം ലൂസ് കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുമായിരിക്കും വയർ. അപ്പം ടെർമിനൽ ഇളക്കി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സ്വിച്ചിൻ്റെ ആണോ ഇതിൻ്റെ ആണോ നോക്കുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ അങ്ങനെയുള്ള പ്രശ്നവും കംപ്ലൈൻറ്റും ഒക്കെ തീരും. അപ്പം പവർ ലോഡിനൊത്ത സോക്കറ്റുകളിടുക. അപ്പം
ചില മെഷീനകത്തൊക്കെ എഴുതിയിട്ടുണ്ടാകും 6 ആംപിയർ 8 ആംപിയർ മാക്സിമം 12 ആംപിയർ എന്നൊക്കെ എഴുതിയിട്ടേക്കും. അപ്പോൾ അങ്ങനെയുള്ളതിന് പവറിനൊത്ത സോക്കറ്റ് ഇട്ടാൽ നമുക്ക് കുഴപ്പമില്ല, എപ്പോഴും നമ്മുടെ സേഫ്റ്റി ആയിട്ടിരുന്നോളും. നമ്മുടെ സോക്കറ്റും നമ്മുടെ വയറിങ് സിസ്റ്റവും ഒക്കെ സേഫ്റ്റി ആയിട്ടിരുന്നോളും. ബിൽഡിങ്ങുകാരെ കൊണ്ട് ഈ 6 ആംപിയറിനകത്തൊക്കെ കുത്തി പണി ചെയ്ത് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ വയറും എല്ലാം ഉരുകി സോക്കറ്റും കത്തിയൊക്കെ ഇരിക്കുന്നതാണ്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ വെച്ച് 6 ആംപിയറിലൊക്കെ വെച്ചാൽ കുത്തി ഉപയോഗിച്ചൊക്കെ കഴിയുമ്പോൾ ഇത് കംപ്ലൈൻറ്റ് വരും. കംപ്ലൈൻറ്റ് വരുമ്പോൾ മാത്രമല്ല, ഒരു വയറ് മാത്രമല്ല, അതിന് ചുറ്റുപാടും കിടക്കുന്ന എല്ലാ വയറും അങ്ങ് ഉരുകും.